നമസ്കാരം. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യശ്രീ. ഞാൻ ഗോകുൽ രവി. ഇന്ന് മെയ് 6 ബുധനാഴ്ച, മേടം 23. ഗോകുൽ, ഇന്ന് പ്രധാനമായും മുഖ്യമന്ത്രി ആരെന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെയായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഇലക്ഷൻ ഫലം വന്നതോടുകൂടി ഇനിയുള്ള ആകാംക്ഷ ആരാണ് UDFന്റെ മുഖ്യമന്ത്രി എന്നതാണ്. പേരുകൾ 3 ഉണ്ട് മുന്നിൽ. അതിൽ നിന്ന് ആരാണ് അതെ, ആ ചർച്ചയാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലേക്കും മലയാളികൾ ഏറെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. വിജയ് എങ്ങനെ ആ മാജിക് നമ്പറിലേക്ക് എത്തും? 10 സീറ്റ് കൂടിയാണ് ഇനി വേണ്ടത്. ഏതൊക്കെ കക്ഷികൾ വിജയ്ക്കൊപ്പം കൂടും എന്നത് ഒരു ആകാംക്ഷയാണ്. പ്രത്യേകിച്ച് ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഹോട്ടലുകൾ ഇന്ന് പണിമുടക്കിലാണ്. അപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്നവരൊക്കെ കരുതുക, ഓർത്തിരിക്കുക. 24 മണിക്കൂറാണ് അവരുടെ സമരം, പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട്. അപ്പോൾ ഇതടക്കമുള്ള ഒരുപാട് വാർത്തകൾ, ഒരുപാട് വാർത്താ സാധ്യതകളുള്ള ഒരു ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ബ്രേക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഗോകുൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആര് എന്നത് തീരുമാനിക്കുന്നതിനുള്ള വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. മുതിർന്ന നേതാക്കളായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരെ നേരിൽ കണ്ട് അഭിപ്രായം തേടും. നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗവും ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേരുന്നു. ഒപ്പം ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനും. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, ഇന്ന് രാത്രിയോടുകൂടി ഈ ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുകയാണ്. ഓരോ MLA-മാരുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തുന്നു, അവരുടെ അഭിപ്രായങ്ങൾ തേടുന്നു. എന്നാലും ഈ നടപടിക്രമങ്ങൾ ഇവിടെ കൊണ്ട് പൂർത്തിയാകില്ലല്ലോ അല്ലേ? ഗോകുൽ, സൂര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും തിരക്കിട്ട ആലോചനകൾ തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും ഇന്ന് ഡൽഹിയിലെത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആദ്യം VD സതീശൻ പോകുമെന്നായിരുന്നു വിവരം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് രമേശ് ചെന്നിത്തല കൂടി അവിടെ എത്തും എന്നറിയുന്നത്. പ്രധാനമായും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ഇന്നലെയും ഇന്നുമൊക്കെയായി ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമുണ്ടാവും. അതിനുള്ളൊരു ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് MP ഉൾപ്പെടെയുള്ള നേതാക്കളും അതുപോലെ MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരുവനന്തപുരത്ത് തമ്പടിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം അടുത്ത ദിവസം തന്നെ ഉണ്ടായേക്കും. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. മറ്റു മന്ത്രിമാരുടെ കാര്യത്തിലും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണമെങ്കിൽ പോലും ഇവിടെ നിന്ന് ഏകദേശം ഒരു ധാരണയായ ശേഷം ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിരീക്ഷകർ ഇന്ന് എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തും. നാളെ നിയമസഭാ കക്ഷി യോഗം നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ. ഇതിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് അറിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ളൊരു പ്രതിസന്ധി നമുക്കറിയാം ഉണ്ട് നിലവിൽ കോൺഗ്രസിൽ. അതിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും 3 പേരാണുള്ളത്. ഇതിൽ ആർക്കാണ് നറുക്ക് വീഴുക എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ തീരുമാനം പോലിരിക്കും. എന്തായാലും ഇന്നലെ VD സതീശന് വലിയ സ്വീകരണമെല്ലാം നാട്ടിൽ ലഭിച്ചത് നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാലും അത്തരത്തിലുള്ള ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹത്തിനും ചെറിയ തോതിലാണെങ്കിൽ പോലും സ്വീകരണം ലഭിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയും അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സ്വീകരണ പരിപാടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഗോകുൽ, സൂര്യ. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിൽ അർജുനിലേക്കാണല്ലേ? അതെ, കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ VD സതീശൻ എന്നിവരാണ് ഈ 3 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. VD സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ന് ഡൽഹിക്ക് തിരിക്കുകയാണ്. അവിടെ എന്തായാലും നിർണായകമായ ചർച്ചകളൊക്കെ തന്നെയാണുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അർജുൻ? സൂര്യ, ഗോകുൽ, ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഇപ്പോൾ എന്തായാലും ഒരു ഔദ്യോഗിക സ്വഭാവം വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുകുൾ വാസ്നിക്കിനെയും അതുപോലെ തന്നെ കോൺഗ്രസ് ട്രഷററായിട്ടുള്ള അജയ് മാക്കനെയും നിരീക്ഷകരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 പേരും ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു. വലിയ കൂടിയാലോചനകൾ, ചർച്ചകളെല്ലാം തന്നെ നടക്കാൻ പോവുകയാണ്. നാളെ ഇപ്പോൾ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുമ്പോൾ അതിൽ ഒറ്റവരി പ്രമേയമാണ്. ഈ ഒരു മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിന് തീരുമാനം വിടുന്ന ഒറ്റവരി പ്രമേയം
പ്രമേയമാണ് പാസ്സാക്കുന്നതെങ്കിൽ പോലും അവിടെ MLA-മാരുമായി ഒറ്റയ്ക്കും അതുപോലെ തന്നെ ഒരുമിച്ചും ഇരുന്ന് ചർച്ച നടത്തുക, അവരുടെ എല്ലാം തന്നെ അഭിപ്രായം തേടുക, ആ അഭിപ്രായം പിന്നീട് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു നിരീക്ഷകരുടെ ചുമതല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡൽഹിയിലെ ചർച്ചകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ പുരോഗമിക്കാൻ പോകുന്നതും. ആരായിരിക്കും ഈ ഫ്രണ്ട് റണ്ണേഴ്സിൽ 3 പേരായിട്ടുള്ള ഫ്രണ്ട് റണ്ണേഴ്സിൽ ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുക. അതിന് മുന്നോടിയായി മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് ഇന്ന് തന്നെ എത്തുന്നു. നോക്കൂ, നാളെ CLP മീറ്റിംഗ് ആണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിന് മുൻപേ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. ഇവരെത്തിയ ശേഷം നേതാക്കളുമായി ഹൈക്കമാൻഡിലെ നേതാക്കളുമായിട്ടെല്ലാം തന്നെ ചർച്ച നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ KC വേണുഗോപാൽ ഇപ്പോൾ തന്നെ ഡൽഹിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിലേക്കുള്ള ആ ഫ്രണ്ട് റണ്ണേഴ്സ് 3 പേരും ഡൽഹിയിൽ ഉണ്ടാകുന്നു. അവർ 3 പേരുമായി ഒറ്റയ്ക്കും അതല്ലാതെയും ഹൈക്കമാൻഡിനെ കാണുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണ അവകാശമെല്ലാം തന്നെ അറിയിക്കുക, അത് വ്യക്തമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ സന്ദർശനത്തിൻ്റെ അജണ്ടയിലുള്ളത്. അതിനപ്പുറത്തേക്ക് നാളെ നിയമസഭാ കക്ഷി യോഗം ചേരും. അവിടെ MLA-മാർ ഒരു പ്രമേയം പാസ്സാക്കുന്നു. പിന്നീട് ഹൈക്കമാൻഡ് ആര് ആകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു. എന്തായാലും ഈ നിരീക്ഷകരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഉത്തരവാദിത്വം വളരെ നിർണായകമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഡൽഹിയിൽ വെച്ച് ഇന്ന് നടക്കാൻ പോകുന്ന കൂടിയാലോചനകൾ വളരെ നിർണായകമായിരിക്കും. ആരാണ് മുഖ്യമന്ത്രി എത്തുക എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചും എല്ലാ MLA-മാരുടെയും പിന്തുണ തേടേണ്ടതുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ എല്ലാം തന്നെ അവർ വർഷങ്ങളായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഒപ്പം തന്നെ ഈ അജയ് മാക്കനെ പറ്റിയും അതുപോലെ തന്നെ മുകുൾ വാസ്നിക്കിനെ പറ്റിയും സംസാരിക്കുകയാണെങ്കിൽ ഇതിനു മുൻപും പല സംസ്ഥാനങ്ങളിൽ നിരീക്ഷകരായി പോയിട്ടുള്ളവരാണ്. അവിടെയെല്ലാം സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കൃത്യമായി MLA-മാരുടെ മനസ്സറിയുന്നു. അതിനുശേഷം ഹൈക്കമാൻഡിനെ വിവരം അറിയിച്ച് പിന്നീട് ഡൽഹിയിലെ കൂടിയാലോചനകൾക്ക് ശേഷം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിനൊപ്പം ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും എല്ലാം തന്നെ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം കോൺഗ്രസിൻ്റെ മറ്റ് ഘടകകക്ഷികൾ, UDF-ലെ ഘടകകക്ഷികളും ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. അക്കാര്യത്തിൽ എന്തായാലും നമുക്കൊരു 5 ദിവസത്തിനകം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി വരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡൽഹിയിൽ നിന്ന്. ശരി, എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്തു നിന്നൊപ്പം അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ദിവസങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി അറിയാം. പക്ഷേ ഇന്നൊന്നും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായത്തിന് അപ്പുറത്ത് ഹൈക്കമാൻഡിന്റെ ഒരു മന്ത്രി കൂടി ആവട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും കേരളത്തിൽ നടക്കുന്ന ഈ ഫ്ലെക്സ് ഒരു യുദ്ധത്തിനൊക്കെ അപ്പുറത്തേക്ക് MLA-മാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നിർണായകമാവും. ഒപ്പം ഘടകകക്ഷികൾ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള അഭിപ്രായവും ഒരുപക്ഷെ ഹൈക്കമാൻഡ് തേടിയേക്കാം എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു 2 പേരെ അനുനയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി വലിയ ചുമതലകൂടി ഹൈക്കമാൻഡിന് മേൽ വന്നു ചേരും. UDF-ലെ മുഖ്യമന്ത്രി മന്ത്രി ചർച്ചകൾ അധികം നീണ്ടുപോകില്ലെന്ന് വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച TV ഇബ്രാഹിം 24-നോട് അധികം വൈകാതെ പരിഹാരം കണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തും. തന്നെ മന്ത്രിയാക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെടില്ല. മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡ് തീരുമാനത്തിനോടൊപ്പം ലീഗ് നിൽക്കുമെന്നും TV ഇബ്രാഹിം പറഞ്ഞു. അതെല്ലാം മന്ത്രിയാവുക എന്നൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാണക്കാട് തങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത്, അത് തന്നെയാണ് പ്രധാനം. അതിനുവേണ്ടി ഞാൻ വളരെയധികം വഴിവിട്ട പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അമിതമായ ആഗ്രഹങ്ങളോ ഒന്നും വെച്ച് പുലർത്തുന്നില്ല. ഞാനത് അർഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി എനിക്ക് അത് തരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും കോൺഗ്രസ് വളരെ അതീവ ജാഗ്രതയോടുകൂടി നല്ല ഒരു ലീഡർഷിപ്പിനെ അവർ മുന്നോട്ട് വെക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഏത് ലീഡർഷിപ്പിനെയും ലീഗ് അംഗീകരിക്കും. ലീഗിനോട് അഭിപ്രായം ചോദിച്ചാൽ ലീഗ് അത് പറയുമെന്നുള്ളത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ലീഗിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ലീഗ് അതിൻ്റെ അഭിപ്രായം പറയും. അതിലാര് വന്നാലും ലീഗ് പാർട്ടി സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ തന്നെ അഭിപ്രായം. ഇനി ഫ്ലെക്സ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പെരുമ്പാവൂരിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഫ്ലെക്സ് ബോർഡുകൾ. UDF ജയിച്ചു, KC നയിക്കുമെന്നാണ് ഫ്ലെക്സ് ബോർഡുകളിലുള്ളത്. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഇന്നലെയും ഇന്നും ഒക്കെ അങ്ങനെ സജീവമാണ് ഫ്ലെക്സ് യുദ്ധം. എല്ലാ നേതാക്കൾക്കും വേണ്ടി ഫ്ലെക്സുകൾ ഉയരുന്നു. ഈ 3 നേതാക്കളുടെ പേരിലും പലയിടങ്ങളിലായി ഫ്ലെക്സ് ഉയരുന്നു. ഇത് തുടർന്നു പോവുകയാണ്. നേതാക്കൾ അതിന് പ്രോത്സാഹനം നൽകുന്നില്ല, ഇതിന് പിന്നിൽ ആരാണെന്നൊന്നും അറിയില്ലെന്ന് പറയുമ്പോഴും ഒരു ഏകീകൃത സ്വഭാവമുണ്ട് ഇതിലേക്ക് ക്യാപ്ഷന്.
അത് മാത്രമല്ല ഫ്ലെക്സ് ബോർഡുകളല്ല മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് നാക്കകത്തേക്ക് ഇട്ടില്ല KC വേണുഗോപാൽ. അതിന് തൊട്ടു പിന്നാലെയാണ് ഐ ഗ്രൂപ്പിന് കൃത്യമായ സ്വാധീനമുള്ള പെരുമ്പാവൂർ പോലെ ശക്തമായ ഐ ഗ്രൂപ്പ് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതകരം. നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ 5 ഇടങ്ങളിലായിട്ടാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ വന്നത്. ആദ്യഘട്ടത്തിൽ അഭിവാദ്യം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വന്ന ഫ്ലെക്സ് ബോർഡുകളിലെല്ലാം ഇനി KC നയിക്കും എന്നുള്ളതാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് UDF ജയിച്ചു ഇനി VDS നയിക്കും എന്ന് പറഞ്ഞ അതേ സെൻറ്റൻസുകൾ UDF ജയിച്ചു ഇനി KC നയിക്കും എന്ന പേരിലാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഒരു പുതിയ MLA കൂടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും KC വേണുഗോപാലിൻ്റെ ഒരു ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ അവിടെ വലിയ ശക്തമായ സ്വാധീനമെന്നോ പറയാൻ കഴിയില്ല. മാത്രമല്ല VD സതീശൻ്റെ അണികളടക്കമുള്ള ആളുകൾക്ക് ശക്തമായ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. അവിടെയാണ് KC വേണുഗോപാലിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരുമ്പാവൂർ എന്ന പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ വന്നിരിക്കുന്നത്. അത് നഗരഹൃദയത്തിൽ തന്നെ ഇന്ദിരാഭവന് മുമ്പിൽ തന്നെ 2 ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ഇത് കൂടാതെയാണ് നഗരഹൃദയത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലായിട്ട് വ്യാപകമായി ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ചർച്ച മൂർച്ഛിക്കുന്നതിനിടയിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സമവാക്യങ്ങൾ പോലും തെറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഗ്രൂപ്പ് വീണ്ടും പുനർജന്മം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് വരുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശരി, ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയ. നേതാക്കൾ തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടും ഫ്ലെക്സ് പോലെ അങ്ങനെ തുടരുകയാണ്. ഫ്ലെക്സ് അടിക്കുന്നവർക്കും ഈ ഇലക്ഷൻ കഴിയുമ്പോഴും അവർക്ക് നല്ല മെച്ചമാണ്. ഏതായാലും അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ആരുടെയും പക്ഷം പിടിക്കാനില്ലെന്നും ചോദിക്കേണ്ടവർ ചോദിച്ചാൽ അഭിപ്രായം പറയുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ 10ഓളം സീറ്റുകൾ അധികമായി UDFന് ലഭിക്കുമായിരുന്നു. ആൾക്കൂട്ടമുള്ളിടത്ത് ആളാകുന്നതിൽ കാര്യമില്ല. ഇടതുവിരുദ്ധത എല്ലാ കാലത്തും ഉണ്ടാകില്ല. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ 24നോട് പറഞ്ഞു. നമുക്കൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചേരുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ 111 എന്നൊരു മാജിക്കൽ നമ്പർ അതിലേക്ക് എത്തിയില്ല. പക്ഷേ മികച്ച വിജയം UDFന് ഉണ്ടായി. പക്ഷെ അപ്പോഴും ഹൈക്കമാൻഡ് വിലക്കിയ കാര്യങ്ങളൊക്കെ വീണ്ടും സജീവമായി രംഗത്ത് വരികയാണ്. ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു, മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച് ചർച്ചകൾ വരുന്നു. എന്തെങ്കിലും തീരുമാനമായോ? നമുക്കറിയാം, ഏതാണ്ട് 10ഓളം സീറ്റുകളിൽ 1000-ലും താഴെ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇപ്പോൾ അവിടെയൊക്കെ ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അത് വളരെ നിസ്സാരപ്പെട്ട വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുമ്പോഴും ഈ മുഖ്യമന്ത്രി ആരെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ വീണ്ടും അവർ തർക്കത്തിലേക്ക് KC അല്ലെങ്കിൽ RC അല്ലെങ്കിൽ VD എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്ക് പോകുന്നു. അതിനൊരു വിലക്കുണ്ട് എന്ന് പറയുമ്പോഴും ആ ചർച്ചകൾ കൃത്യമായി നടക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വിലക്കെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തീർന്നു. കേരളത്തിലേക്ക് നിരീക്ഷകരെ അയക്കും. ആ നിരീക്ഷകരാണെന്ന് ഇന്ന് രാത്രി കൊണ്ട് തീരുമാനമെടുക്കും. വീണ്ടും പാർട്ടിയുണ്ട്, പിന്നെ ഏറ്റവും അവസാനം MP-മാരുണ്ട്. ഇതിനകത്തൊരു കക്ഷി പിടിക്കാൻ നമുക്ക് ആർക്കും ആവില്ല. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഞങ്ങൾക്കൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടും അഭിപ്രായവും ഉണ്ട്. പക്ഷേ അഭിപ്രായം ചോദിക്കേണ്ടവർ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വെളിപ്പെടുത്താനാവൂ. നമുക്കിത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഈ വിഷയത്തിലൊരു കക്ഷി പിടിക്കാൻ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതേ പറഞ്ഞു 10ഓളം സീറ്റുകളിൽ നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അവിടെ കുറച്ചുകൂടി ഗൗരവം കാണിച്ചിട്ടും ചിലപ്പോൾ അത് കിട്ടുമായിരുന്ന സീറ്റുകളായിരിക്കും. അന്ന് ചോദിക്കാൻ കാരണം ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ യുവ തുർക്കിയാണ് UDF മത്സരത്തിന് അയച്ചത്. തനിക്കൊപ്പം ആരും നിന്നിരുന്നില്ല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അങ്ങനെ നേതാക്കൾ അവഗണിക്കപ്പെട്ടു പോയ മണ്ഡലങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. റഷീദ് പറയുമ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു, ഒന്ന് പിടഞ്ഞു. ആൾ കൂടുന്നിടത്ത് പോയി ആളായി കാണിക്കാൻ കുറേ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. മനസ്സിലായില്ലേ? ആൾ കൂടുന്നിടത്തേ അവർ പോകൂ. കാര്യം ആ ആൾക്കൂട്ടത്തെ അവരുടേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ്. മനസ്സിലായില്ലയോ? അവർക്കെല്ലാം പാർട്ടിയെ നന്നാക്കലോ അല്ലെങ്കിൽ പാർട്ടിയെ രക്ഷപ്പെടുത്തലോ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കലോ അല്ല, പാർട്ടിയെ ഉപയോഗിച്ച് അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. 6 റൗണ്ട് ഈ റഷീദ് ജയിക്കണം എന്നുണ്ടെങ്കിൽ, ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ധർമ്മടത്തെ സ്ഥിതി? അപ്പോൾ ധർമ്മടത്ത് കാലുകുത്താൻ അനുവദിക്കാത്ത സ്ഥലത്ത് നേതാക്കന്മാർ പോയി അവിടുത്തെ ലോക്കൽ പാർട്ടിക്കാർക്ക് സംരക്ഷണം കൊടുത്തിരുന്നെങ്കിൽ, നേതാക്കന്മാർ അവിടെ പോയിരുന്നെങ്കിൽ മാത്രം അവിടെയും ജയിക്കുമായിരുന്നു. അത് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ചില മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ തരംഗമൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ, പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവിടെ നിയന്ത്രിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് കഴിയണം. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. CPM വിരുദ്ധ തരംഗം എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല. പാർട്ടിയെ അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം.
എന്ന് അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച ഒരു തർക്കമല്ല, അതിന് കൃത്യമായ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കഴിയുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം വരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാഞ്ഞങ്ങാട് നിന്നും ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. ആരുടെയും പക്ഷം പിടിക്കാനുള്ള പക്ഷേ കൃത്യമായ ഒരു ഉത്തരമുണ്ട്. അത് ചോദിക്കേണ്ടവർ ചോദിച്ചാൽ പറയുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. ഗോകുൽ, മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്നാം ഊഴം കാത്തിരുന്ന CPM-നെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് തോൽവി വലിയൊരു തകർച്ച അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയാണെന്ന് പറയാം. പക്ഷെ എവിടെയാണ് അവർക്ക് അടിപതറിയത് എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ആഴത്തിൽ പരിശോധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ഇന്ന് ആഴത്തിൽ പരിശോധന ആരംഭിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നണിക്കുണ്ടായ കനത്ത തോൽവിയെക്കുറിച്ച് വിശദമായ ചർച്ച നടക്കും. ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ ഇന്ന് ഔദ്യോഗികമായി ക്ലിഫ് ഹൗസ് ഒഴിയും. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരും തിരുവനന്തപുരത്ത് നിന്ന്. ഇനി അറിയേണ്ടത് എന്താണ് ഈ തോൽവി എന്ന് പറഞ്ഞാൽ ചരിത്ര പരാജയത്തിന്, തിരിച്ചടിക്ക് കാരണമായി ഈ രണ്ട് പാർട്ടിയുടെ നേതൃത്വം കണ്ടെത്തുന്നതെന്നാണ്. ഇപ്പോൾ തന്നെ അണികൾ തിരുത്തി നേതാക്കളുടെ തിരുത്തൽ ഉണ്ടാകുമോ എന്നത് ചോദ്യം ഉയരുന്നുണ്ട്. നേതാക്കൾ എന്താണ് ഈ കൂടിയാലോചനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ വിലയിരുത്തലിന് ശേഷം പറയുക, പരാജയത്തിന്റെ കാരണമായി വിലയിരുത്തുക എന്നത് വലിയ ആകാംക്ഷയാണ്. ഇതിനി വോട്ടർമാരെ പഴിക്കുമോ? ഇന്നലെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായെന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം CPI-ലെയും CPIM-ലെയും നേതൃത്വത്തോടൊക്കെ തന്നെയുള്ള അതിർത്തിയുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്നുണ്ട്. ഗൂഗിൾ എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, നേതാക്കൾ കാര്യമായി ഇടത് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. വിശദമായി പഠിച്ച ശേഷം ആഴത്തിൽ പരിശോധിച്ച് പറയാമെന്നാണ് MV ഗോവിന്ദനടക്കം പറഞ്ഞത്. ഒപ്പം CPI-യിലും CPM-ലും നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഗോകുൽ, എന്തായാലും കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. അതുകൊണ്ട് തന്നെ രൂക്ഷമായ വിമർശനം ഇതിനകത്തുണ്ടാവും. പ്രധാനമായും നമുക്കറിയാം MV ഗോവിന്ദന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് പറയാൻ കഴിയില്ല. കാരണം ഈ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ ഒന്നും കാര്യമായ വിമർശനങ്ങൾ ഉണ്ടാവാറില്ല. കാരണം പിണറായിയാണ് പാർട്ടിയാണ് പിണറായി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു പരാജയം, ഇത്തരത്തിലൊരു കനത്ത തിരിച്ചടി, 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമായത് എങ്ങനെ എന്നുള്ളതിൽ വിശദമായ ചർച്ചയുണ്ടായി. എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് വോട്ടിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുള്ളത്, അതിന്റെ കാരണം എന്താണ്, 3ഇടത്തെ BJP വരുന്നു, അതും LDF-ന്റെ 3 സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഘടകകക്ഷികൾക്കിടയിലും CPM-നോട് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിലെല്ലാം തന്നെ വളരെ കൃത്യമായ ചർച്ചയും അതുപോലെ തന്നെ അതിന്റെ തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകണം, നിലവിൽ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരുന്നത്. ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും. ഇതിലും എങ്ങനെയാണ് പാർട്ടിക്കും അതുപോലെ തന്നെ മുന്നണിക്കും വീഴ്ചകൾ സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാവും. ഒപ്പം തന്നെ RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുന്നുണ്ട്. കാരണം RSPയും UDF-ന്റെ ഭാഗമായതും അവരുടെ പ്രവർത്തനവും വിലയിരുത്തും. ഒപ്പം മന്ത്രിയെ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യമുണ്ടാവും. പ്രധാനമായും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം അതിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഒരുപക്ഷെ അതിൻ്റെ ഒരു സൂചനയെങ്കിലും പുറത്തു വന്നേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ KN ബാലഗോപാലിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. കൂടാതെ മുഹമ്മദ് റിയാസിന്റെ ഉൾപ്പെടെയുള്ള പേരുകളുമുണ്ട്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് വിമർശനം മാത്രമായിരിക്കില്ല, തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട കാര്യത്തിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു മാർഗരേഖയും ഒരു ധാരണയും ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശരി, ഏതായാലും ഈ വിലയിരുത്തലുകൾ, അതിൽ എന്താണ് വിശദീകരണം, തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തുന്നതെന്നത് അറിയാനുള്ള ആകാംക്ഷ, ഒപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് വരുമെന്ന ആകാംക്ഷ. അപ്പോൾ ഏതായാലും ഇന്ന് രണ്ട് പാർട്ടികളെയും CPI-യിലെയും CPM-ലേക്കും ഉറ്റുനോക്കുന്ന ദിവസമാണ്. ഹോർമൂസിൽ അയഞ്ഞ അമേരിക്ക. കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ പുറത്തെത്തിക്കാനുള്ള അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
കരാർ അന്തിമമാക്കാനും ഒപ്പിടാനുമുള്ള പ്രക്രിയ സാധ്യമാക്കാനാകുമോ എന്ന് പരിശോധിക്കാനാണ് പ്രൊജക്ട് ഫ്രീഡം നിർത്തിവെച്ചതെന്നും ട്രംപ് പറയുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മധു കൊട്ടാരക്കര, പ്രൊജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ഹോർമൂസിൽ നിന്നുള്ള കപ്പലുകൾ പുറത്തെത്തിക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കരാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കരാറിന്റെ പ്രധാനപ്പെട്ട അജണ്ട? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ UAE-യിലുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ഗോകുൽ, സൂര്യ. ഈ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രോജക്ട് ഫ്രീഡം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമായിരുന്നു അനൗൺസ് ചെയ്തത്. അതിപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് ട്രംപ് തന്നെ പറയുകയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് നിർത്തിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതുകൊണ്ട് അത് മാത്രമല്ല, ഇറാനുമായിട്ട് ഒരു സമാധാന കരാറിലേക്കുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇറാനുമായിട്ട് പൂർണ്ണമായിട്ട് ഒരു ഡീലിലെത്തുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നതിനായി ഇത് തൽക്കാലം നിർത്തിവെക്കുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. എങ്കിലും ഇറാനെതിരെയുള്ള ഈ നേവൽ ബ്ലോക്കേഡ് കർശനമായിട്ട് തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഈ വിപണിയിൽ വൻ മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത്. ഈ പ്രതീക്ഷകളൊക്കെ ഈ ഹോർമൂസ് കടൽ തുറക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഈ വിപണിക്ക് ഇത്രയും ഒരു കരുത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഈ ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കുകയും അതുപോലെ ഹോർമൂസ് കടലെടുക്ക് കപ്പൽ ഗതാഗതത്തിന് പഴയതുപോലെ തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ പശ്ചിമേഷ്യയിൽ പൂർണ്ണ സമാധാനം പുനഃസ്ഥാപിക്കൂ എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് വാഷിംഗ്ടണിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ സൂര്യ സൂചിപ്പിച്ചതുപോലെ UAE-ക്കെതിരെ കനത്ത ആക്രമണം ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. UAE ഉന്നയിച്ച ഈ മിസൈൽ ഡ്രോൺ ആക്രമണ ആരോപണങ്ങളൊക്കെ ഇറാൻ സൈന്യം ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് വളരെ ശക്തമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇറാൻ ആർക്കും നേരെ ഒരു പ്രകോപനമില്ലാതെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും അതുപോലെ UAE-യുടെ മണ്ണ് ഇറാനെതിരെ ഉപയോഗിച്ചാൽ വളരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ സൈനിക കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. UAE പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതെല്ലാം പൂർണ്ണമായി കെട്ടിച്ചമച്ചതാണെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തിയത്. അതുമാത്രമല്ല, തങ്ങൾ എന്തെങ്കിലും ഒരു സൈനിക നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്താറുണ്ട്. ഇതിനു മുമ്പും ഇനി മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ ആയിരിക്കുമെന്നാണ് ഇറാൻ സൈന്യം പറയുന്നത്. ഗോകുൽ, സൂര്യ. തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരിക്കാൻ തമിഴക വെട്ടിക്കഴകം നാളെ രാവിലെ 11:30 ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. കേവല ഭൂരിപക്ഷത്തിലേക്ക് 10 സീറ്റുകൾ കൂടി ആവശ്യമുള്ള TVKക്ക് പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. അങ്ങനെ ദളപതി വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോഴും കുറച്ച് അംഗങ്ങളുടെ കൂടി പിന്തുണ വേണം. കോൺഗ്രസിന്റെ പിന്തുണയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ടോ മനേഷ്? ഒപ്പം തൃഷ കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന സൂചനകൾ ഇന്നലെ വൈകുന്നേരം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു താരത്തെ കൂടി നമ്മൾ തമിഴക രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്ന കാഴ്ച കാണാമോ? ഗൂഗിൾ എന്തായാലും ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഒരു തീരുമാനം ഇന്ന് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ തന്നെ AICC യോഗം ചേർന്നു. ഇന്നലെ രാത്രി തന്നെ PCCയുടെ യോഗം, നേതൃയോഗം ഇവിടെ ചേർന്നിരുന്നു. അതിനുശേഷം 5 സീറ്റുകളാണ് കോൺഗ്രസിന്റെ കൈവശമുള്ളത്. എന്തായാലും ആ 5 സീറ്റുകളുടെ പിന്തുണ TVKക്ക് നൽകാം എന്നുള്ളൊരു ഏകദേശ ധാരണ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുൻപായി തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നാളെ രാവിലെ 11:30 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് മറ്റ് പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ 108-ഉം 5-ഉം 113 സീറ്റുകളുടെ പിന്തുണ മാത്രമാണ് TVK ഇപ്പോഴും ഉള്ളത്. അല്ലെങ്കിൽ പിന്തുണ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് ഇനിയും 5 സീറ്റുകൾ കൂടി വേണം. അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി മറ്റ് പാർട്ടികളുമായി നടത്തേണ്ടതുണ്ട്. DMK സഖ്യത്തിലുള്ള അമ്മാമക്കൾ മുന്നേറ്റ കഴകം കൂടി TVKക്ക് പിന്തുണ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്കുള്ളത് ഒരു സീറ്റാണ്. അങ്ങനെയെങ്കിൽ 6 സീറ്റുകൾ മാത്രമാണ്. 6 സീറ്റുകളാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും TVKക്ക് പിന്തുണയുമായി എത്തുന്നത്. ഈ 6 സീറ്റുകളിൽ മാത്രമാണ്. ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി എന്തായാലും തീരുമാനിക്കേണ്ടത്. അതിനിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നലെ രാത്രി ഏറെ വൈകിയും വിജയുടെ നേതൃത്വത്തിൽ പട്ടണപ്പാക്കത്തെ വിജയുടെ ഫ്ളാറ്റിൽ യോഗം ചേർന്നിരുന്നത്. അത് മന്ത്രിമാർ ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു യോഗത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോട് കൂടിയോ അല്ലെങ്കിൽ വൈകിട്ടോട് കൂടിയോ പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു തീരുമാനങ്ങൾ, കാരണം മന്ത്രിമാർ ആരൊക്കെയാകും, ഏതൊക്കെ പാർട്ടികളുടെ പിന്തുണയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ, മനീഷ്, തൃഷയുടെ കാര്യം കൂടി പറഞ്ഞല്ലേ? കാരണം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാണ്. വിജയ് ഒരു സീറ്റിൽ രാജിവെച്ചാൽ അവിടേക്ക് തൃഷ എത്തും എന്ന വലിയ ചർച്ച.
ഗൂഗിൾ എന്തായാലും TVKയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ തൃഷയുടെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള ഒരു കൃത്യമായ അർത്ഥത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ മാത്രമാണുള്ളത്. മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് തൃഷ പറഞ്ഞ ഒരു ഓഡിയോ ഒരു വീഡിയോ സന്ദേശമുണ്ട്. അത് തനിക്ക് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആവണം എന്നുള്ള തരത്തിൽ. എന്തായാലും അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ടാണ് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു ചർച്ചകൾ ഇപ്പോൾ തുടരുന്നത്. തൃഷയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ TVKയുടെ ഭാഗത്തു നിന്നോ തിരുച്ചിറപ്പള്ളിയിൽ തൃഷ മത്സരിക്കും എന്ന അർത്ഥത്തിലുള്ള ഒരു തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഗൂഗിൾ. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ സംഘർഷം വ്യാപിക്കുന്നു. പലയിടത്തും തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റിലെ ഓഫീസും സമീപത്തെ കടകളും BJP പ്രവർത്തകർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. അതേസമയം പുതിയ മുഖ്യമന്ത്രിയെ BJP ഉടൻ തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കുന്നില്ലെന്നും രാജിവെക്കില്ലെന്നും മമതാ ബാനർജി നിലപാടെടുത്തതിനാൽ ഗവർണർ ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കും. കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ബംഗാളിൽ മമത ഒരു അയവില്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. രാജിവെക്കില്ല നിലപാടിലേക്ക് മമത എത്തുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെമ്പാടും തന്നെ ആക്രമണങ്ങൾ തുടരുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് വലിയ ആക്രമണ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി കൊൽക്കത്ത നഗരത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ന്യൂ മാർക്കറ്റിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. വിജയാഘോഷമായിരുന്നു, BJPയുടെ ഒരു വിജയാഘോഷം അങ്ങോട്ട് വരുന്നു. അതിൽ ബുൾഡോസറും ഉണ്ടായിരുന്നു. പിന്നാലെ ന്യൂ മാർക്കറ്റിലെ ഓഫീസ് ഇടിച്ചു നിരത്തുന്നു. സമീപത്തെ ചില കടകളും ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ തൃണമൂൽ കോൺഗ്രസാണ് ആദ്യം പങ്കുവച്ചത്. ഏതായാലും ഇതിൽ എന്തെങ്കിലും ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പോലീസും കേന്ദ്രസേനയും ഇതിനൊക്കെ ഒപ്പം നിൽക്കുന്നു എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും അസൻസോൾ അടക്കമുള്ള മേഖലകളിൽ പലയിടത്തും ആക്രമണം നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങളെ അനുകൂലിക്കുന്നില്ല എന്നതാണ് BJPയുടെ ഔദ്യോഗികമായ നിലപാട്. സാമിക് ഭട്ടാചാര്യ സംസ്ഥാന അധ്യക്ഷൻ അത്തരം അക്രമങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല, അങ്ങനെ ചെയ്യുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രവർത്തകർ കേൾക്കുന്ന മട്ടില്ല എന്നതാണ് പൊതുവെ നമ്മൾ ആവർത്തിക്കുന്ന അക്രമ സംഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഒരു വശത്ത് അക്രമ സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നു, മറുവശത്ത് മമതാ ബാനർജി ഏതായാലും രാജിവെക്കാൻ തയ്യാറല്ല എന്ന് ഉറച്ച നിലപാടിൽ തന്നെയാണ്. അതിനുള്ള പ്രധാന കാരണമായി അവർ പറയുന്നത് ഈ തോൽവി അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഞങ്ങൾ തോറ്റിട്ടില്ല, ഇത് 100-ലധികം സീറ്റുകൾ മോഷ്ടിക്കുകയായിരുന്നു എന്നതാണ് മമതാ ബാനർജി പറയുന്നത്. കൗണ്ടിംഗ് സെന്ററുകൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടു, അവിടെ EVM തിരിമറി നടത്തപ്പെട്ടു, ഞങ്ങളുടെ കൗണ്ടിംഗ് ഏജന്റുമാരെ അവിടെ നിന്ന് പുറത്താക്കി, തന്നെ അടക്കം മർദ്ദിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ്. മമതാ ബാനർജി ശ്രമിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിനെ കൂടുതൽ ശക്തമാക്കി ഒരു പോരാട്ടം നടത്താൻ വേണ്ടിയാണ്. ഇന്നലെ തന്നെ ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളോടൊക്കെ സംസാരിച്ചു. അഖിലേഷ് യാദവ് ഇന്നിപ്പോൾ കൊൽക്കത്തയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ബ്ലോക്കിനെ ശക്തമാക്കി കേന്ദ്രത്തിൽ BJPക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ, ഒരു പോരാട്ടം നടത്താനുള്ള ഒരുക്കത്തിലേക്കാണ് മമതാ ബാനർജി ഇപ്പോൾ പോകുന്നത് എന്ന് വ്യക്തം. അതേസമയം ഗവർണർക്ക് ഇനിയിപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിലെ കാലാവധി കഴിയുന്നതോടെ തന്നെ ഈ സർക്കാരിന്റെ നിയമസാധുത അവസാനിക്കും. മാത്രമല്ല ഒരു സർക്കാർ ഈ തരത്തിൽ രാജിവെക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നീട് ഗവർണർക്ക് ആർട്ടിക്കിൾ 164 പ്രകാരം ആ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്. ഇനി അത്തരം നടപടികളൊക്കെ തടയുന്ന രീതിയിലേക്ക് പോലീസിനെയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഒരു അധികാര പ്രയോഗത്തിന് മമതാ ബാനർജി ശ്രമിച്ചാൽ രാഷ്ട്രപതി ഭരണമടക്കം ഏർപ്പെടുത്താനും കഴിയും. ഈ സമയത്തൊക്കെ കൂടുതൽ ഭൂരിപക്ഷമുള്ളവരെ ക്ഷണിച്ച് സർക്കാർ ഉണ്ടാക്കുന്നതിന് ഗവർണർക്ക് തടസ്സമില്ല. അങ്ങനെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ നിലവിലെ സർക്കാരിന്റെ നിയമസാധുത അധികാരങ്ങളൊക്കെ തന്നെ അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്, മമതാ ബാനർജി രാജിവെക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് വലിയ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതേസമയം ഒരു പ്രതീകമെന്ന മട്ടം ഇങ്ങനെ ഒരു പ്രതിഷേധം ഉയർത്താനാണ് മമതാ ബാനർജി ശ്രമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 9-ാം തീയതിയായിരിക്കും സത്യപ്രതിജ്ഞ എന്ന കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനത്തിലാകും സത്യപ്രതിജ്ഞ. രാജ്യത്തെ എല്ലാ BJP മുഖ്യമന്ത്രിമാരെയും NDA മുഖ്യമന്ത്രിമാരെയും എത്തിക്കാനുള്ള ശ്രമം BJP നടത്തും. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും എന്നതും നമ്മൾ അറിയുന്നുണ്ട്. ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. കേന്ദ്ര നിരീക്ഷകരായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. പിന്നീട് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള യോഗത്തിന് ശേഷമായിരിക്കും ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയും ചെയ്യുക. പല പേരുകളുണ്ട്. സുവേന്ദു അധികാരി ആ പേരുകളിൽ മുന്നിലുണ്ട്. പക്ഷേ സുവേന്ദു തുടരെ നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ അത് അങ്ങനെ ഒരു പദവിയിലേക്ക് പരിഗണിക്കുന്ന ആളിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നതല്ല. താൻ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പരസ്യമായി അദ്ദേഹം പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെയും അതിന്റെ ആവർത്തനം കാണുകയും ചെയ്തു. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനിയും പശ്ചിമബംഗാളിൽ നിന്ന് പല നാടകീയ സംഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷം ഒഴിയുന്നില്ല.
അപ്പോൾ ആ സംഭവങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ സസ്പെൻസും പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കും. കൊൽക്കത്തയിൽ തന്നെ തുടരുകയാണ് ശ്രീനാഥ് ചന്ദ്രനും 24 സംഘവും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയായ ഐപാക്കുമായുള്ള കരാർ റദ്ദാക്കി സമാജ്വാദി പാർട്ടി. 2027 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനുള്ള കൺസൾട്ടൻസി കരാറാണ് വേണ്ടെന്ന് വെച്ചത്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അർജുൻ, എന്താണ് ബംഗാളിലെ ഈ തിരിച്ചടി പ്രവചിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണോ, അതല്ല ഈ ഐപാക്കുമായുള്ള ബന്ധം അല്ലെങ്കിൽ ഐപാക്കുമായിട്ടുള്ള ഇടപാടുകളിൽ വലിയ റെയ്ഡുകളും രാഷ്ട്രീയ ആരോപണങ്ങളും വേട്ടയാടലും ഒക്കെ നേരിടേണ്ടി വരുമെന്നതാണോ സമാജ്വാദി പാർട്ടിയെ പിന്നോട്ട് വലിക്കുന്നത്? ഗോകുൽ സൂര്യ, ഈ വർഷം ആദ്യമാണ് ഐപാക്കുമായി സമാജ്വാദി പാർട്ടി ഒരു ധാരണയിൽ, ഒരു കരാറിൽ എത്തിയിരുന്നത്. അത് 2027 ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിന് സമാജ്വാദി പാർട്ടിക്കുള്ള പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഐപാക്ക് ചെയ്തു നൽകും, സഹായങ്ങളെല്ലാം തന്നെ ഐപാക്ക് ചെയ്തു നൽകും എന്നുള്ളൊരു ധാരണ, ഒരു കരാറ് ഈ വർഷം ആദ്യം എത്തിയിരുന്നു, അതിൽ ഒപ്പിട്ടിരുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോഴെന്തായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ധാരണ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടി. ഒന്നാമത്തേത് ED റെയ്ഡുകൾ തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ മാസം 15-ാം തീയതിയായിരുന്നു വിനേഷ് ചന്ദേലിനെ, അതായത് ഐപാക്കിന്റെ ഡയറക്ടറിനെ ED അറസ്റ്റ് ചെയ്തത്. ഇതെല്ലാം തന്നെ ബംഗാളിലെ ഒരു കൽക്കരി കള്ളക്കടത്തും അതുപോലെ തന്നെ കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. മാത്രമല്ല ബംഗാളിലെ ഇപ്പോഴുള്ള തിരഞ്ഞെടുപ്പ് തോൽവി, ബംഗാളിൽ മാത്രമല്ല തമിഴ്നാട്ടിലും DMK-ക്ക് വേണ്ടിയും ചില പ്രചാരണ തന്ത്രങ്ങൾ മെനയുന്നതിനുള്ള സഹായം ഈ പറയുന്ന ഐപാക്കാണ് നടത്തിയിരുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും, ബംഗാളിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്, തമിഴ്നാട്ടിലാണെങ്കിൽ DMK, വലിയ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് രണ്ടു കൂട്ടരും നേരിട്ടത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി വരുന്ന 2027 ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ഐപാക്കുമായിട്ടുള്ള സഹകരണം, ഐപാക്കിന്റെ സഹായങ്ങളൊന്നും തന്നെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും എത്തിയിരിക്കുന്നത്. പകരം മറ്റൊരു പുതിയ ഏജൻസിക്ക് പ്രചരണം തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ, ആ ഒരു അധികാരം നൽകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സമാജ്വാദി പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈയിടയ്ക്കാണ് ഈ ഒരു ED റെയ്ഡെല്ലാം തന്നെ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ബംഗാളിൽ ഈ ഐപാക്ക് അടച്ചുപൂട്ടലിൻ്റെ ഒരു വക്കിലാണ്. പ്രത്യേകിച്ചും വലിയ തോതിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ വെട്ടിക്കുറച്ചു. ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ, അവിടെയുള്ള ജീവനക്കാരോടെല്ലാം തന്നെ ഒന്നുകിൽ അവധിക്ക് പോവുക, അതല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എടുക്കുക എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഓഫീസുകൾ, കൊൽക്കത്തയിലെ ഓഫീസുകളടക്കം അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല രാജ്യവ്യാപകമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും അത് വലിയ തോതിൽ മോശമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്താണ് സമാജ്വാദി പാർട്ടി കൂടി ഇത്തരത്തിൽ പിൻവലിച്ചിരിക്കുന്നത്. ഗോകുൽ സൂര്യ, പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് ഹോട്ടലുകൾ പണിമുടക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറാണ് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. കൂടാതെ വിവിധയിടങ്ങളിൽ ഓയിൽ കമ്പനികളിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും. കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷാണ് ചേർന്നത്. വർഷ, ഹോട്ടൽ മേഖലയാകെ തന്നെ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആദ്യം പാചകവാതക പ്രതിസന്ധിയായിരുന്നു, ക്ഷാമമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തന്നെ വിലക്കയറ്റം, അതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചാണല്ലോ ഇന്ന് ഇത്തരത്തിലൊരു സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് ഹോട്ടൽ മേഖല കടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ? ഗുഡ് മോർണിംഗ് ഗോകുൽ, സൂര്യശ്രീ. ഞാനിപ്പോഴുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് മുമ്പിലാണ്. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുമ്പിലുള്ള 4th റെസ്റ്റോറൻറ്റാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പൂർണ്ണമായും അടച്ചിട്ടൊരവസ്ഥയിൽ തന്നെയാണ്. ഇത് മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ മറ്റെല്ലാ റെസ്റ്റോറൻറ്റുകളുടെയും അതേപോലെ ഹോട്ടലുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വാണിജ്യ പാചക സിലിണ്ടറുകളുടെ വിലക്കയറ്റം. 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഈ 4 മാസത്തിനിടെ 1444 രൂപ അങ്ങനെ വർദ്ധിച്ചു. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ വാണിജ്യ സിലിണ്ടറിന് 3117 രൂപ നൽകേണ്ട അവസ്ഥയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ വിലക്കയറ്റം എല്ലാം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത് ഈ കട ഉടമകളെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ കടന്നിട്ടുള്ളത്. ഇനി ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വ്യാപകമായ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് എന്തായാലും റെസ്റ്റോറൻറ്റ് ഉടമകളുടെ തീരുമാനം. നിലവിൽ ഇപ്പോൾ ഈ 4th റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയായിട്ടുള്ള ചേട്ടൻ ചേരുന്നുണ്ട്. ഹലോ ചേട്ടൻ നിലവിലെ അവസ്ഥ? ഇപ്പോൾ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ഇതിൽ ഗ്യാസിൻ്റെ വില കുറയുന്നില്ല. രാവിലെ തൊട്ട് രാത്രി വരെ കച്ചവടം നടത്തിയിട്ട് സാധനം വാങ്ങാനുള്ള പോലെ പൈസ പോലും കിട്ടുന്നില്ല. പിന്നെ പണിക്കാർക്ക്, ഇത്രയും പണിക്കാർക്ക് സാലറി കൊടുക്കണ്ടേ, അവരും പൈസ കൂടി കിട്ടുന്നില്ല എന്നാണ്. പെട്ടെന്ന് വില കൂട്ടിയാൽ അത് വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വില കൂട്ടിയ സാധനം, ആൾക്കാർ ഇപ്പോൾ സാധനത്തിന് വില കൂട്ടി ആൾക്കാർ ഉൾക്കൊള്ളാൻ അത് മടിക്കുമല്ലോ. പെട്ടെന്ന് എന്താ അത്ര പൈസ കൂട്ടിയെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒറ്റയടിക്ക് പൈസ കൂട്ടാനും പറ്റില്ലല്ലോ ഇനി. അപ്പോൾ എന്തായാലും ഗ്യാസിൻ്റെ ഒരു പൈസ കുറയണം എന്നാണ് ഇതിൽ പറയുന്നത്. സിലിണ്ടറുകൾ ലഭിക്കുന്നുണ്ടോ? സിലിണ്ടർ ഇപ്പോൾ അതും ലഭ്യത കുറവാണ്. 2 3 ആണ് കിട്ടുന്നത്. അതന്നെ
എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. കുറേ കിട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഗ്യാസിന് വില കൂട്ടിയത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏകദേശം കൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് പറഞ്ഞത്. ഇങ്ങനെ ഗ്യാസിൻ്റെ വില കുറച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടും കൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. കുറച്ച് നാളുകളായിട്ട് വളരെ വലിയ പ്രതിസന്ധിയിലാണല്ലോ അല്ലേ ഹോട്ടൽ മേഖല എന്ന് പറയുന്നത് തന്നെ. അതെ അതെ, ഇതിന് മുമ്പ് ഗ്യാസിൻ്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് അതും ഭയങ്കര പ്രശ്നത്തിലായിരുന്നു നിന്നത്. ഇപ്പോൾ ഗ്യാസ് ലഭ്യത തുടങ്ങിയതപ്പം റേറ്റും കൂട്ടിയത് അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് നടക്കുന്നത്. ഇനി സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 2 ജില്ലകളിൽ മാത്രമേ ഉള്ളൂ ഇന്ന് മഴ സാധ്യത പറയുന്നത്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ്. ബാക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. നാളെയോടെ മഴ വീണ്ടും സജീവമാകും. മെയ് 9 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതേസമയം പകൽ സമയത്തെ താപനിലയിലും ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുണ്ട്. നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണത്തിൽ PA മുഹമ്മദ് റിയാസിനും ഭാര്യ വീണയ്ക്കുമെതിരായ ഹർജിയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം 3ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജ് നൽകിയ ഹർജിയിലാണ് വിധി. കേസിൽ പ്രാഥമിക വാദം കേട്ട കോടതി വിധി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. PA മുഹമ്മദ് റിയാസിനും ഭാര്യ വീണയ്ക്കുമെതിരായ ക്രിമിനൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇനി IPL വിശേഷങ്ങളിലേക്ക്. IPL നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ബാറ്റർമാരുടെ പറുദീസയായ ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന 2 സംഘങ്ങൾ മുഖാമുഖം. പ്രഭ് സിമ്രാൻ സിംഗ്, പ്രിയാൻ ഷാര്യ, കൂപ്പർ കനോലി, ശ്രേയസ് അയ്യർ, മാർക്കസ് ടോണിസ് എന്നിവരടങ്ങിയ പഞ്ചാബ് കിങ്സ്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഇഷാൻ കിഷനും ഹെൻറിച്ച് ക്ലാസിനും ഉൾപ്പെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദ്. 264 റൺസ് പോലും സേഫ് അല്ലാത്ത സീസണിൽ കളമൊരുങ്ങുന്നത് അടിയും തിരിച്ചടിയും പ്രതീക്ഷിക്കാവുന്ന വമ്പൻ പോരാട്ടം. ആദ്യ 7 മത്സരങ്ങളിൽ അപരാജിതരായി കുറിച്ച പഞ്ചാബ് തുടരെ 2 തോൽവികളുടെ ഞെട്ടലിലാണ്. ഗുജറാത്തിനെതിരെ ബാറ്റർമാരുടെ അപ്രതീക്ഷിത വീഴ്ചയാണ് തിരിച്ചടിയായത്. വിജയവഴിയിൽ തിരിച്ചെത്തി പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനം നിലനിർത്തുന്നതിനൊപ്പം പ്ലേ ഓഫിന് തൊട്ടടുത്തെത്തുകയുമാണ് ശ്രേയസ് അയ്യരും കൂട്ടരും ലക്ഷ്യമിടുന്നത്. തുടരെ 5 ജയങ്ങൾക്ക് ശേഷം കൊൽക്കത്തയ്ക്കെതിരെ അടിപതറിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വരവ്. ഹെൻറിച്ച് ക്ലാസിന് തിളങ്ങിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത മധ്യനിരയാണ് SRHന്റെ പ്രശ്നം. നായകൻ പാറ്റ് കമ്മിൻസ് അടക്കമുള്ളവർ തല്ലുവാങ്ങിക്കൂട്ടിയതും കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചടിയായി. 12 പോയിന്റുള്ള ഹൈദരാബാദിന് ഇന്ന് ജയിക്കാനായാൽ 1ാം സ്ഥാനത്തേക്ക് ഉയരാനാകും. സ്പോർട്സ് ഡെസ്ക് 24. ഇനിയൊരു അപരൻ നിർണായകമായ മണ്ഡലത്തിലെ വിധിയെഴുത്തിനെ പറ്റിയാണ്. പാലക്കാട് ചിറ്റൂരിലെ തെരഞ്ഞെടുപ്പ് വിധി നിർണയിച്ചത് ഒരു അപരനാണ്. LDF സ്ഥാനാർത്ഥി V മുരുകദാസിന്റെ പേര് മാത്രമല്ല, ചിഹ്നമായ മോതിരവും വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. 6510 വോട്ടുകൾക്ക് മുരുകദാസ് തോറ്റയിടത്ത് 6984 വോട്ടുകളാണ് ഈ അപരൻ നേടിയിട്ടുള്ളത്. ചിറ്റൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി V മുരുകദാസിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം മോതിരമായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ തൊട്ടുതാഴെ അപരൻ P മുരുകദാസിന്റെ ചിഹ്നം മോതിരത്തിനു സമാനമായ നെക്ലേസ്. ഒറ്റനോട്ടത്തിൽ വ്യത്യാസം തിരിച്ചറിയാതെയായി. തിരഞ്ഞെടുപ്പ് ദിവസം അപരന്റെ ചിഹ്നമടിച്ച നോട്ടീസുകൾ പല ബൂത്ത് പരിസരങ്ങളിലും വീടുകളിലും UDF പ്രവർത്തകർ വിതരണം ചെയ്തിരുന്നുവെന്നാണ് ആരോപണം. മോതിരത്തിന് വോട്ട് ചെയ്യാനായാണ് ആളുകൾ എത്തിയതെന്നും അപരന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും മുരുകദാസ്. പേരിനേക്കാൾ അപ്പുറത്ത് ചിഹ്നം സമാനമായതാണ് നമുക്ക് തിരിച്ചടിയായത്. മാത്രമല്ല അത് തൊട്ടടുത്തടുത്ത് തന്നെ വരികയും ചെയ്തു. ഇത്രത്തോളം അത് ബാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. എവിടെയും കുറേ ഒരു 100-500 വോട്ടൊക്കെ അല്ലെങ്കിൽ 1000-ൽ താഴെ വോട്ടൊക്കെ അതിൽ പോകുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഒരു വലിയ രീതിയിലുള്ളത് ഉണ്ടായില്ല. അത് സ്വാഭാവികമായിട്ടും തിരിച്ചടി. എന്തായാലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾ മോതിരം ചിഹ്നത്തിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും ജയിക്കണമെന്ന് ആഗ്രഹിച്ചാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. പാർട്ടി പിളർന്നതോടെ ജനതാദൾ എസും കറ്റേന്ത്യ കർഷക സ്ത്രീ ചിഹ്നവും മാറി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ആയപ്പോൾ ബാലറ്റ് യൂണിറ്റിൽ താഴെയായി പോയതും തിരിച്ചടിയായെന്ന് പാർട്ടി കരുതുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന K കൃഷ്ണൻകുട്ടി നേടിയ 33,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഒറ്റയടിക്ക് അട്ടിമറിച്ചാണ് സുമേഷ് അച്യുതൻ മണ്ഡലത്തെ UDF പാളയത്തിലെത്തിച്ചത്. 24 പാലക്കാട്. അങ്ങനെ അപരശല്യത്തിൽ വീണുപോയ നേതാക്കളുടെ പട്ടികയിലേക്ക് മുരുകദാസ് കൂടി വരികയാണ്.
കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മനസ്സിലൊരു പേരുണ്ടെന്ന് കോവളം MLA എം വിൻസെന്റ്. കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയും. കടകംപള്ളി സുരേന്ദ്രനിലേതടക്കം തെറ്റായ സ്ഥാനാർത്ഥിത്വമെന്നും അത് BJPക്ക് സീറ്റുകൾ നേടിക്കൊടുത്തെന്നും എൻ വിൻസെന്റ് 24നോട് പറഞ്ഞു. സംസ്ഥാനത്താകെ UDF തരംഗം, അതോടൊപ്പം കോവളത്തെ മിന്നും വിജയം കൂടി പറഞ്ഞു വെക്കണം. വോട്ട് കൂട്ടുകയാണ് ചെയ്തത്. എന്ത് തോന്നുന്നു? അതെ, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ്. ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. തോൽവി ഉണ്ടായപ്പോൾ ഇടതുപക്ഷം പറഞ്ഞത് 10 വർഷം ഭരിച്ചല്ലോ, അതുകൊണ്ടുള്ളൊരു സ്വാഭാവിക പ്രക്രിയ എന്നുള്ളതാണ്. പക്ഷേ കോവളത്തും എം വിൻസെന്റെ കാര്യത്തിലും അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു സ്വാഭാവിക പ്രക്രിയ അല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും അല്ലേ? അതെ, ഇടതുപക്ഷം ഇപ്പോൾ നടത്തുന്ന ന്യായീകരണമാണ്. അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ കണ്ടില്ല? തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി 3rd എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ അവർ പ്രചരണം നടത്തിയിരുന്നത്. അപ്പോൾ അവരെ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് റിസൾട്ടിൻ്റെ അന്ന് രാവിലെ വരെ പ്രഖ്യാപിച്ച നേതാക്കൾ റിസൾട്ട് വന്നപ്പോൾ 10 വർഷം എന്നാൽ പിന്നെ അവർക്ക് മത്സരിക്കാൻ മാറിയെന്നൂടെ? പ്രതീക്ഷിച്ചിരുന്നോ 102 സീറ്റ്? തീർച്ചയായും. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നല്ലോ 100+. പ്രതിപക്ഷ നേതാവ് ആദ്യം നല്ല കിട്ടും, പിന്നീട് 100+ലേക്ക് പോവും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അത് റൂട്ട് ലെവലിൽ അദ്ദേഹത്തിനും അതിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. എം വിൻസെന്റിന്റെ ഒരു അഭിപ്രായം എന്താണ്? ആരാകണം മുഖ്യമന്ത്രി? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതവിടെ പറയാം. പരസ്യ പ്രഖ്യാപനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ നമ്മൾ പാർട്ടി ഫോറത്തിൽ പറയേണ്ട കാര്യങ്ങളാണ്. പേരുണ്ട് മനസ്സിൽ? അല്ല, പേരുകൾ എല്ലാവർക്കും ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ വിഷയം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല. അതെല്ലാം വളരെ സ്മൂത്തായി നല്ല ഒരു തീരുമാനം ഉണ്ടാവും. NDA മുന്നണിക്ക് 3 സീറ്റാണ് ഇത്തവണ കേരളത്തിൽ. ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഈ ആശങ്കയൊന്നുമില്ല. അത് ഒരിക്കൽ ജയിച്ചാൽ പിന്നെ അടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ നേമത്ത് അവരൊരിക്കൽ ജയിച്ചു, പിന്നീട് അവർ പരാജയപ്പെട്ടു. കാരണം അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്ക് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ വിഷയങ്ങൾക്കോ സഹിഷ്ണുതയോടുകൂടി പോകാനുള്ള സമയമൊന്നുമില്ല. പിന്നെ ഈ 3 സീറ്റുകളിലും LDFന് ആയിരുന്നല്ലോ 1-2 സ്ഥാനങ്ങളിൽ. BJPയും LDFും ആയിരുന്നു അടുത്തടുത്ത സ്ഥാനങ്ങളിൽ. അത് LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ശരിയായിരുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ കോവളത്തുകാരൻ എന്തെങ്കിലും പുതിയത് പ്രതീക്ഷിക്കാനുണ്ടോ? കോവളത്ത് വരാനൊന്നുമില്ല. നല്ലൊരു വികസനം പ്രതീക്ഷിക്കാൻ UDF സർക്കാർ വന്നുകൊണ്ട്. കോവളം MLA 3ാമതും അംഗം ജയിച്ചിരിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ കോവളത്ത് പുതിയ പ്രവർത്തികൾ, വികസനമൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതികരണമായി വരുന്നത്. ക്യാമറമാൻ രഞ്ജിത് ഫ്രാൻസിസിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ഈ വാർത്തയോടെ ഇന്നത്തെ ന്യൂസ് ബ്രേക്സ് ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.